അങ്ങനെ മലയാളക്കര കത്താൻ വേണ്ടി പോവാണ്. മലയാളക്കര എന്ന് പറഞ്ഞ മലയാളക്കര മാത്രമല്ല, മൊത്തത്തില് എന്താ പറയാ, വേൾഡ് വൈഡ് കത്താൻ വേണ്ടി പോവാണ്. മറ്റൊന്നല്ല, നമ്മളെ മമ്മൂക്കാട് ലാലേട്ടനൊക്കെ പാട്രിയറ്റ് റിലീസ് ആവാൻ വേണ്ടി പോവാണ്. പാട്രിയറ്റിന്റെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റുകളൊക്കെ പല പല വീഡിയോസിലൊക്കെ വന്നുകൊണ്ടിരിക്കാണ്. ഏഹ് സംഭവം എന്താ പറയാ, കളറാവും, കളർഫുൾ ആവും എന്ന് പറയാ, ഒരു അതിഗംഭീരമായ തൃശ്ശൂർ പൂരത്തിന്റെ ഒരു വെടിക്കെട്ട് ചവറാവാൻ വേണ്ടി പോവാണ് ഇപ്പൊ ഈ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ മലയാളി പ്രേക്ഷകർ മലയാളി പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ ഫാൻസ്, അതുപോലെ തന്നെ ലാലേട്ടന്റെ ഫാൻസ്, മലയാളികൾ മൊത്തത്തിൽ എല്ലാവരും കാത്തിരിക്കണ അതിഗംഭീരമായ ഒരു സിനിമയാണ് എന്ത്, പാട്രിയറ്റ് എന്ന് പറഞ്ഞ സിനിമ. വമ്പൻ താരനിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വമ്പൻ താരനിരയാണ് സിനിമയിൽ അണിനിരക്കുന്നത്. അപ്പോ പ്രത്യേകിച്ച് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിന്റെ മഹാതാരങ്ങൾ, രണ്ട് സൂപ്പർ താരങ്ങൾ, മലയാളത്തിന്റെ മഹാതാരങ്ങൾ, അതായത് മമ്മൂക്ക ലാലേട്ടൻ, അവർ തന്നെയാണ് കൂടുതലായിട്ട് എന്ത് നമുക്ക് പറയാനുള്ളത്. വെറൈറ്റി പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ സിനിമാ ലോകം അല്ലെങ്കിൽ മലയാളികൾ ഇന്ന് വരെ കാണാത്ത വ്യത്യസ്ത കഥാപാത്രങ്ങളായിട്ടാണ് മമ്മൂക്ക് ലാലേട്ടൻ വരുന്നത്. അതുപോലെ ഗംഭീര താരനിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര വേഷത്തിലെത്തുന്നുണ്ട്. അതുപോലെ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, അങ്ങനെ നീണ്ട താരനിര, വമ്പൻ താരനിര, ഒരു താരമാമാങ്കം എന്നൊക്കെ പറയില്ലേ, ഒരു എന്താ പറയാ, താരമാമാങ്കം. അപ്പൊ ആ ലെവലിലേക്ക് എത്തിയിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ സിനിമ റിലീസ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടി പോവാണ്, അല്ലെങ്കിൽ തുടങ്ങി എന്നുള്ള ലെവലിൽ ഇപ്പൊ ഫാൻസോടെ ബുക്കിംഗ് ഒക്കെ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. അപ്പോ സിനിമ വൻ ഹിറ്റാവും, വമ്പ ഹിറ്റാവും. ഇത് മലയാള ചരിത്രത്തിൽ ഇന്ന് വരെ കാണാത്ത ലെവലിലുള്ള ഒരു കളക്ഷൻ, അല്ലെങ്കിൽ മലയാള ബോക്സ് ഓഫീസുകൾ എന്ത് ചെയ്യും, ഛിന്ന ഭിന്നമാകുന്നുണ്ട്, പൊട്ടി തകർന്നു പോകുന്ന പോലെ ആ ലെവലിലേക്കുള്ള ഒരു കളക്ഷൻ നേടാൻ വേണ്ടി പോകുന്ന സിനിമയാണിത്. ഈ സിനിമ പാട്രിയറ്റ് എന്നാണ് സിനിമ. അപ്പൊ ഈ സിനിമയുടെ പല എന്താ പറയാ, പല ന്യൂസുകളും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റുകളൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സാഹചര്യത്തിൽ പലരും സിനിമ എത്ര 100 കോടി നേടും, 200 കോടി നേടും, 500 കോടി നേടും, 1000 കോടി നേടും എന്നുള്ള ലെവലില്, 1000 കോടി നേടുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. കയറി പിടിച്ച് തൂങ്ങണ്ട. അപ്പോ വൻ കളക്ഷൻ, അതായത് 300 കോടി 400 കോടി നേടുന്നാണ് പലരും പറയുന്നത്. അതായത് ഇത്തരം താരനിരയുള്ള കാരണം കൊണ്ട്, അതുപോലെ തന്നെ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര, ലാലേട്ടൻ, അതുപോലെ തന്നെ മമ്മൂക്ക, അത്രയും വലിയൊരു താരനിര ഉള്ളത് കാരണം കൊണ്ട് ഒരു 300-400 കോടി നേടാൻ ഈ സിനിമക്ക് കഴിയും. ലോക എന്ന സിനിമയുടെ ചരിത്രം മാറ്റി എഴുതാൻ ഈ സിനിമക്ക് കഴിയുമെന്നാണ് പറയുന്നത്. ലോക എന്ന് പറഞ്ഞ സിനിമ ഓൾറെഡി എത്ര കളക്ഷൻ നേടി, അല്ലെങ്കിൽ എത്ര റെക്കോർഡ് നേടിയെന്ന് നമ്മളൊക്കെ കണ്ടതാണ്. അപ്പൊ ആ ലെവലിലൊക്കെ അതിന്റെ റെക്കോർഡും കാര്യങ്ങളൊക്കെ തകർക്കാൻ വേണ്ടിയിട്ട് ഈ സിനിമക്ക് കഴിയുമെന്നാണ് പറയുന്നത്. അപ്പൊ അത് നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം അതിന്റെ റെക്കോർഡൊക്കെ തകർക്കാൻ ഈ സിനിമക്ക് പാട്രിയറ്റിന് കഴിഞ്ഞാൽ അത് വൻ ചരിത്രമായി മാറും. വൻ ചരിത്രമായി മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ ചരിത്രമായി മാറും. അപ്പോ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കണം സിനിമയുടെ എന്തിനു വേണ്ടിയിട്ട്, റിലീസിന് വേണ്ടിയിട്ട്. അപ്പൊ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രത്യേകിച്ച് സിനിമ വൻ ഹിറ്റാകട്ടെ, വൻ സൂപ്പർ 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 ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.